അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം ഇപ്പോഴും ഇടതുപക്ഷ മുന്നണി പരസ്യമായിട്ട് ഇതുവരെ പ്രകടിപ്പിക്കുന്നില്ല. UDF-നാകട്ടെ എന്തു തന്നെയായാലും തങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇതിനാസ്പദമാക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയമാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിൽ പോലും പിന്നീട് കാര്യമായ നേട്ടം അതിലുണ്ടാക്കാൻ പറ്റാത്ത ചരിത്രമൊക്കെ 1991 നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആ ടെമ്പോ നിലനിർത്താൻ ഒരിക്കലും UDF-ന് കഴിഞ്ഞിട്ട് അത് 2019-ലായാലും 2024-ലായാലും വലിയ വിജയമാണ് UDF നേടിയത്. പക്ഷെ അവർക്കത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത്തവണ UDF-ന് കാര്യമായൊരു നേട്ടമുണ്ടാകുമെന്നാണ് പൊതുവെ കരുതുന്നത്. എന്തു തന്നെ ആയാലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ കേന്ദ്രീകരണമാണ് എന്ന് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ 2016-ലെയും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വൻതോതിൽ മുസ്ലിം വോട്ട് നേടിയെടുക്കാൻ CPM-ന് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടന മുസ്ലിം ലീഗ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗ് UDF-ലാണെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിരവധി മുസ്ലിങ്ങൾ, അത് കാന്തപുരം സുന്നിയുടെ ആളുകളായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളായാലും വെൽഫെയർ പാർട്ടിക്കാരായാലും പാർട്ടി ഇല്ലാത്ത ആളുകളായാലും അവരൊക്കെ തന്നെ CPM-ന് വോട്ട് ചെയ്തു. CPM-ന് സ്വതന്ത്രന്മാർ വലിയ തോതിൽ വിജയിക്കുന്ന ഒരു പതിവ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണെങ്കിലും കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികളാകെ മാറുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കുന്നത് കോഴിക്കോട് ജില്ലയായിരിക്കും. CPM-നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയായിരിക്കും എന്ന് വ്യക്തമാണ്. കാരണം കാസർഗോഡ് ജില്ലയിലെ 2 സീറ്റുകൾ ഓൾറെഡി മുസ്ലിം ലീഗാണ് ജയിക്കുന്നത്. ബാക്കി 3 സീറ്റുകളിലാണ് ഇടതുപക്ഷം ജയിക്കാറുള്ളത്. പക്ഷെ ആ 3 സീറ്റുകളിലും വലിയ മേധാവിത്വം ഇടതുപക്ഷത്തിനുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അതൊരു വെല്ലുവിളിയായിട്ട് ഒരുപക്ഷെ UDF-ന് കാസർഗോഡ് ജില്ലയിലെ മറ്റ് 3 മണ്ഡലങ്ങൾ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണെങ്കിലും കണ്ണൂരിലാണെങ്കിലും ഈ 2 മണ്ഡലങ്ങളിലാണ് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ അല്ലെങ്കിൽ LDF-ന് അല്പമെങ്കിലും ഭീതി ഉണ്ടാവേണ്ട മണ്ഡലങ്ങൾ അതാണ്. ബാക്കി 2 മണ്ഡലങ്ങളൊക്കെ അവർ ജയിച്ചു വരുന്ന പേരാവൂരും ഇരിക്കൂരൊക്കെ തന്നെ UDF നിലനിർത്തുകയും ചെയ്യും. മറ്റ് മണ്ഡലങ്ങളിലൊന്നും തന്നെ കാര്യമായ ചലനമുണ്ടാക്കാൻ UDF-ന് കഴിയില്ല. എന്നാൽ വയനാട്ടിലും UDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിയും. വയനാട്ടിലും UDF-ന് 3 സീറ്റും നേടാൻ കഴിയും. മന്ത്രി കേളുവിനുള്ള സീറ്റിലൊന്നും തന്നെ ഇനി ജയിക്കാൻ ഇത്തവണ LDF-ന് കഴിയുമെന്ന് തോന്നില്ല. പക്ഷെ ഏറ്റവും അധികം അവർ പ്രതിസന്ധി നേരിടുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 ജയിച്ചത് LDF ആയിരുന്നു. 2 സീറ്റിലാണ് കഴിഞ്ഞ തവണ UDF ജയിച്ചത്, കൊടുവള്ളിയിലും വടകരയും. പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ സീറ്റിലും കോഴിക്കോട് ജില്ലയിൽ UDF നേടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഓരോ മണ്ഡലം എടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ UDF-ന് അനുകൂലമായ വലിയൊരു ട്രെൻഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് തന്നെയായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ UDF-ന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. പക്ഷെ ഇത്തവണ അവർ UDF കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുന്നു എന്നത് തന്നെ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ കോഴിക്കോട് വടകര നിയോജകമണ്ഡലം KK രമ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. പക്ഷെ കുറ്റ്യാടിയിൽ ജയിച്ചത് LDF ആയിരുന്നു. ആ കുറ്റ്യാടിയിലെ വിജയത്തിൽ അവർക്ക് നേരിയ ഒരു ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 0.2% വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. നിഷ്പ്രയാസം UDF-ന് അത് മറികടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ബാലുശ്ശേരിയിൽ 20,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ട എന്ന് അവകാശപ്പെടാൻ കഴിയുമെങ്കിലും ബാലുശ്ശേരിയിലെ കാറ്റ് മാറി വീശും എന്ന് തന്നെയാണ് കരുതുന്നത്. അതേപോലെ തന്നെ ബേപ്പൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവന് ലീഡ് നേടാൻ കഴിഞ്ഞ തവണ 80,000 വോട്ടാണ് 2021-ലെ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് നേടിയത്. 82,000 വോട്ട് നേടിയ സമയത്ത് 53,000 വോട്ട് മാത്രമാണ് UDF-ന്, രണ്ടാം സ്ഥാനത്തുള്ള UDF-ന് നേടാൻ കഴിഞ്ഞത്. BJP ആണെങ്കിൽ 25,000 വോട്ട്, 27,000-ഓളം വോട്ട് അവർ നേടുകയും ചെയ്തിട്ട്. പക്ഷേ ഈ ബേപ്പൂരിലും
കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു മണ്ഡലമാണ് എലത്തൂർ. അതും ഒരു LDFന്റെ ശക്തി കേന്ദ്രമാണ്. 27,000 വോട്ടിന്റെ ലീഡാണ് LDF കോഴിക്കോട് നേടിയത്, എലത്തൂരിൽ നേടിയത്. ആ സീറ്റിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഷ്പ്രയാസം UDFനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് പേരാമ്പ്ര. പേരാമ്പ്രയിലും 23,000 വോട്ടിന്റെ ലീഡ് ഉണ്ടെങ്കിലും TP രാമകൃഷ്ണനാണ് അവിടെ ജയിച്ചത്. പക്ഷെ ഇത്തവണ UDFന് നല്ല സ്ഥാനാർത്ഥിയെ കിട്ടുകയാണെങ്കിൽ അത് ലീഗ് വേണോ കോൺഗ്രസ് വേണോ എന്നുള്ള കാര്യത്തിൽ അവർ ധാരണയായില്ല എന്നാണ് തോന്നുന്നത്. അവർക്ക് ജയിക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് കടുത്ത മത്സരം നേരിടുന്നത് കോഴിക്കോട് സൗത്തിലാണ്. അവിടെ കോഴിക്കോട് സൗത്തിലും നോർത്തിലും BJP ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അവർക്ക് നല്ല വോട്ടിംഗ് പിന്തുണയുണ്ട്. കോഴിക്കോട് സൗത്തിൽ INL സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിരുന്നത്. INL സ്ഥാനാർത്ഥിക്ക് നേരെ ഇപ്പോൾ തീവ്രവാദ സംഘടനയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം വരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും 12,000 വോട്ടിലെ ലീഡ് മാത്രമാണ് കോഴിക്കോട് സൗത്തിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് നോർത്തിലാണെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രന് 43.14% വോട്ട് കിട്ടിയ സമയത്ത് കോൺഗ്രസിൽ അഭിജിത്തിന് 33.71%, അതായത് 10% വോട്ടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷെ ആ വ്യത്യാസങ്ങളൊക്കെ തന്നെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. അതേപോലെ തന്നെ തിരുവമ്പാടിയൊക്കെ 4,500 വോട്ടിനാണ് CP ചെറിയ മുഹമ്മദ് ലീഗിന്റെ സ്ഥാനാർത്ഥി തോറ്റത്. അതൊക്കെ അവർക്ക് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും. അതേപോലെ തന്നെ കൊയിലാണ്ടിയിലും 8,000 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. നാദാപുരവും എളുപ്പത്തിൽ തന്നെ 4,000 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിലെ അതേപോലെ തന്നെ കുന്നമംഗലം മണ്ഡലം, കുന്നമംഗലത്ത് CPMന്റെ സ്വതന്ത്രനായ റഹീമാണ് ജയിച്ചത്. അവിടെയും 10,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. ഈ 10,000, 20,000 നിഷ്പ്രയാസം UDFന് മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം വന്നിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരുപക്ഷെ അവർക്ക് ബേപ്പൂർ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റ് സീറ്റുകളിലൊക്കെ തന്നെ UDF ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൽ ഏറ്റവും പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിലായിരിക്കും. കാരണം 140 നിയോജകമണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം, ഏതാണ്ട് ഒരു ജയിക്കുന്ന മുന്നണിക്ക് ഒരു 80-85 സീറ്റ് വരെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. രണ്ട് മുന്നണികളും ഏതാണ്ട് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു ക്ലീൻ സ്വീപ്പ് ഇത്തവണ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതിന് നിദാനമായിട്ട്, ഈ മാറ്റത്തിന് നിദാനമായിട്ട് പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ജില്ലയായിരിക്കും. കാരണം 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന UDFന് ആ 2-ൽ നിന്ന് 13-ലെത്താൻ പറ്റുമോ, 12-ലെത്താൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ അവർക്ക് 2-ൽ നിന്ന് 10 എത്താൻ എന്തായാലും എളുപ്പത്തിൽ തന്നെ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാൽക്കുലേഷൻ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ മാറ്റം വരുന്നത് അത് കണ്ണൂരല്ല, അത് കാസർഗോഡല്ല, അത് വയനാട്ടിലല്ല, അത് പാലക്കാടല്ല, അത് തൃശ്ശൂരല്ല. കാരണം മറ്റു പല ജില്ലകളിലും, തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ ശക്തി വളരെ പിറകിലാണ്. തിരുവനന്തപുരം ജില്ലയിലൊന്നും കോൺഗ്രസ് അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പ് ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല. കൊല്ലത്ത് അവർ പ്രതീക്ഷിക്കുന്നില്ല, ആലപ്പുഴയിൽ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ശബരിമലയുടെ പുതിയ പുതിയ വിവരങ്ങൾ വരുന്ന സമയത്ത് CPM വിരുദ്ധ വികാരം ഉണ്ടായേക്കാം. അത് ഒരുപക്ഷെ മധ്യ തിരുവിതാംകൂർ സ്വാധീനിച്ചേക്കാം. പക്ഷെ അതിനെ മറികടക്കാൻ കോൺഗ്രസിന്റെ നേതാക്കളായ അജയ് തറയിലിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ അറസ്റ്റിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ശബരിമല വലിയൊരു വിഷയമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളിൽ വലിയൊരു മാറ്റം സംഭവിച്ചില്ലെങ്കിൽ പോലും വടക്കൻ ജില്ലകളിലാണ് കാര്യമായ മാറ്റം സംഭവിക്കാൻ പോകുന്നത്. അതിലേറ്റവും വലിയ മാറ്റം ഒന്ന് കോഴിക്കോട് ജില്ലയിലായിരിക്കും. അടുത്ത മാറ്റം വരാൻ പോകുന്നത് മലപ്പുറത്തായിരിക്കും. കാരണം മലപ്പുറത്ത് LDF പക്ഷത്ത് നിന്ന് പലരും കഴിഞ്ഞ തവണ, അതായത് 16 സീറ്റിൽ പലരും ജയിച്ചു കയറിയതാണ്. താനൂരിൽ നിന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ജയിച്ചു കയറിയതാണ് സ്വതന്ത്രമായിട്ട്. അതുപോലെ തന്നെ തവനൂരിൽ നിന്ന് KT ജലീൽ ജയിച്ചു കഴിഞ്ഞിരുന്നു. പൊന്നാനിയിൽ നിന്ന് നന്ദകുമാർ ജയിച്ചിരുന്നു CPMന്റെ. അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് അൻവർ ജയിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വലിയ നിര ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് ജയിച്ചിരുന്നത്, അല്ലെങ്കിൽ LDF ജയിച്ചിരുന്നത്, അത് ഇത്തവണ നടക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ 16 സീറ്റും UDF മലപ്പുറത്ത് ജയിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല. പൊന്നാനി ഒഴികെയുള്ള 15 സീറ്റ് അവർക്ക് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. ഇനി പൊന്നാനി സീറ്റിൽ മാത്രമേ അല്പം സംശയം ബാക്കിയുള്ളൂ. അതേപോലെ തന്നെയാണ് കോഴിക്കോടും. അപ്പൊ ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് ഏറ്റവും ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ജില്ലയായിരിക്കും. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയും. മലപ്പുറം നേരത്തെ തന്നെ UDFന് അനുകൂലമായിരുന്നു. പക്ഷെ UDFന് എതിരായിരുന്ന 2 UDFകാരെ മാത്രം ജയിപ്പിച്ചിരുന്ന കോഴിക്കോട് ഇത്തവണ UDFന് അനുകൂലമാവുന്ന, അല്ലെങ്കിൽ LDFന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.